കാരണം ജനിച്ചു എന്ന കാരണം കൊണ്ട് ഇനി മരിച്ചേ മതിയാകൂ. നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ ഒരിക്കലും നമ്മളെ മരണത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന പര്യാപ്തമായ ഒന്നല്ല. കാരണം ലോകം എത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും 1000 സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരാണെങ്കിലും അള്ളാഹു നിശ്ചയിച്ച മരണം അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒരു കണ്ടുപിടുത്തമോ ഒരു പണബലമോ എന്റെയും നിങ്ങളുടെയും കയ്യിലില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ പല ദിവസത്തിലും നമ്മൾ കേട്ട പല മരണവാർത്തകളും നമ്മൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ജീവിതത്തിലെ ഏറ്റവും സന്തോഷത്തിന്റെ സുദിനം, നേരം വെളുത്ത് ഒരു ഭർത്താവിന്റെ ചെറുപ്പക്കാരന്റെ മണവാട്ടിയാവാൻ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി മണിക്കൂറുകൾക്കപ്പുറം പിന്നീട് കാണുന്നത് ആ മണവാട്ടിയുടെ വേഷത്തിൽ ആശുപത്രിയിൽ അള്ളാഹുവിന്റെ അരികിലേക്കുള്ള യാത്ര ആരംഭിച്ചൊരു മയ്യത്തായിട്ടാണ്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു വാർത്തയും നമ്മൾ കേട്ടു. 3.5 കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ചിരുന്നൊരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് തിരിച്ചു വരാൻ നേരത്ത് നാട്ടിലുള്ള വാപ്പാക്കും ഉമ്മാക്കും ഭാര്യക്കും തൻ്റെ മക്കൾക്കും കത്തെഴുതിയിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും എന്നെ കൂട്ടാൻ വേണ്ടി വരണം. 3.5 കൊല്ലത്തെ വിരഹം നെഞ്ചിലൊളിപ്പിച്ച ഭാര്യ, 4 വയസ്സുള്ള മൂത്ത മകൻ, അതല്ലെങ്കിൽ തൻ്റെ ആൺകുട്ടി, പിന്നീട് ജനിച്ച തൻ്റെ മറ്റൊരു മകൻ, വൃദ്ധനായ വാപ്പ, ഉമ്മ, എല്ലാവരും കൂടി പുലർച്ചെ 4 മണിക്ക് തന്നെ കരിപ്പൂർ എയർപോർട്ടിലെത്തി. വിമാനം ലാൻഡ് ചെയ്തപ്പം എല്ലാവരും പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് കണ്ട് ആ ചെറുപ്പക്കാരനും അടുത്തുള്ള ചെറുപ്പക്കാരനോട് ചോദിച്ചു, നമ്മൾ കരിപ്പൂരെത്തിയില്ലേ? ആ എത്തി, അൽഹംദുലില്ലാ എന്നും പറഞ്ഞ ആ ചെറുപ്പക്കാരൻ പിന്നിലേക്ക് ചാരിക്കടന്നു. ആ വിമാനത്തിലുള്ള 164 യാത്രക്കാരും പുറത്തേക്കായി. എന്നിട്ടും ഈ ചെറുപ്പക്കാരൻ ആ സീറ്റിൽ തന്നെ ചാരിക്കടക്കുന്നു. ആ ചെറുപ്പക്കാരനെ തട്ടിയുണർത്താൻ വന്ന ആ ഫ്ലൈറ്റിലുള്ള ജോലിക്കാർ പിന്നീട് പറയുന്നതും ചെയ്യുന്നതും വെപ്രാളത്തിലാണ്. ഇതൊന്നും അറിയാതെ പുറത്ത് കാത്തിരിക്കുന്ന വാപ്പാന്റെയും ഭാര്യയുടെയും മുൻപിലേക്കൊരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വന്നു. അത് പിൻഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ആരെയോ ഒരു സ്ട്രെച്ചറിൽ കിടത്തിയ ആംബുലൻസിൽ കയറി സൈറൺ മുടക്കി പരക്കം പായുമ്പോൾ പോലും ആ പുറത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിരഹത്തിന്റെ സങ്കടം അനുഭവിക്കുന്ന ആ പെണ്ണിന് അറിയില്ല ആ ആംബുലൻസിലുള്ളത് എന്റെ പ്രിയതമനാണെന്ന്. ആ വാപ്പക്കറിയില്ല എന്റെ മകന്റെ അവസാനത്തെ പെടച്ചിലോടെ ആ ആംബുലൻസ് ചീറിപ്പായുന്നതെന്ന്. മിനിറ്റുകൾ കഴിഞ്ഞിട്ടും മകനെ കാണാതായപ്പം പിന്നീട് വിവരമറിഞ്ഞ ചില ആളുകളും കുടുംബക്കാരും ആ കുടുംബത്തെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. പ്രതീക്ഷയോടെ കാത്തിരുന്ന മകനെ പിന്നീട് കൊണ്ടോട്ടി ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നത് തലഭാഗം പുതച്ചിരിക്കുന്ന ഒരു വെള്ള തുണിയോടുകൂടിയാ. 3.5 കൊല്ലത്തെ സങ്കടം നെഞ്ചിൽ ഒതുക്കി ആ കുടുംബം കാത്തിരിക്കുമ്പം വീട്ടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവച്ച മകന്റെ മയ്യത്തിന്റെ മുൻപിൽ എങ്ങനെ കരയണമെന്ന് പോലും അറിയാതെ ഒരു വാപ്പയും ഉമ്മയും, കരഞ്ഞിട്ടും കരഞ്ഞിട്ടും കണ്ണുനീര് തോരാത്തൊരു ഭാര്യയും ഇന്നും ഈ ലോകത്തുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മരണം അത്ര അടുത്തെന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ മരണത്തെപ്പറ്റി? എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് ഇരുന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഉമ്മത്തിനോട് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു വാക്കുണ്ട്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ മരണത്തെപ്പറ്റി ചിന്തിക്കണം. ഈ കാണുന്ന നശ്വരമായ ലോകത്ത് പടച്ചറബ് നിശ്ചയിച്ച 10, 60, 70 കൊല്ലം അത്രേ ഉള്ളൂ. ഞാൻ വന്നപ്പം ഈ ലോകത്തുള്ള പലതും ഇന്നും ഈ ലോകത്തുണ്ട്, ഒരുപക്ഷെ നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഞാൻ വസിക്കുന്ന പറമ്പ് മുൻകാലഘട്ടത്തിൽ ഏതോ ഒരുത്തൻ്റെതാ നാളെ എന്റേതായിക്കൊള്ളണമെന്നില്ല. ഉമ്മാരെ, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ, ആഭരണങ്ങൾ ഇന്നലെ മറ്റാരുടെയോ കഴുത്തിൽ കടന്നത് ഉമ്മ മരിച്ചപ്പം ആ ഉമ്മാന്റെ ആഭരണം ഊരി മുക്കത്തെ ഏതെങ്കിലും ജ്വല്ലറിയിൽ കൊണ്ടു കൊടുത്ത് ആ ജ്വല്ലറിക്കാരൻ അതൊന്ന് തീയിലിട്ട് വിളക്കി മാറ്റി പുതിയ ഡിസൈനിൽ നിങ്ങൾക്ക് തന്നു എന്നുള്ളതല്ലാതെ ഒരു കാത്തരി മണ്ണോ കാത്തരി പൊന്നോ ഈ ദുനിയാവെന്ന് ഒരാൾക്കും ഇക്കാലം വരെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ആ മരണം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുമ്പം നമ്മളെ കയ്യിൽ തിരിച്ചുള്ള യാത്രക്ക് എന്തുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ കാണുന്ന തിരക്കും നമ്മളെ മരണത്തെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിക്കുന്ന അൾട്ടിമേറ്റ് ഹീറോ. ഇന്ത്യക്കൊരു രാജാധികാരം കിട്ടുമായിരുന്നെങ്കിൽ ഉമറിനെ പോലെയുള്ള ഒരു ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ലോകത്തെ പഠിപ്പിച്ച ഗാന്ധിജി സർട്ടിഫിക്കറ്റ് കൊടുത്ത അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ തൊട്ടു മുൻപ് മദീനത്തെ പള്ളിയിലിരുന്ന് കരയുന്ന ഒരു രംഗമുണ്ട്. മുഴുവൻ സഹാബാക്കളും ഉമറിന്റെ കരച്ചിൽ കണ്ട് പിൻഭാഗത്ത് കൂടി നിന്നു. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ചെന്ന് ചോദിക്കാൻ അവർക്ക് പലർക്കും പേടിയാ. കരയുന്ന ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്ന് സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സഹാബത്തെ, എനിക്ക് പേടി തോന്നുന്നു. സഹാബാക്കൾ ചോദിച്ചു, എന്തിന് ഉമർ? നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം അല്ല എനിക്ക് തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു സഹാബത്തെ. അത് പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ആ സമുദായത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, അയ്യുഹന്നാസ്, ജനങ്ങളെ, സർവ ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്ന മരണം അത് നിങ്ങൾ ഇടക്കിടക്കൊന്ന് ഓർക്കണം. നിങ്ങളൊന്ന് ചിന്തിക്കണം സ്വന്തം മരണത്തെപ്പറ്റി. ഈ കാണുന്ന തിരക്കും വെപ്രാളവും എല്ലാം ഉപേക്ഷിച്ച് നീണ്ടു നിവർന്ന് കിടക്കുന്ന നമ്മളുടെ മരണമെന്ന യാഥാർത്ഥ്യം. അള്ളാഹു പറഞ്ഞയച്ച മലക്കുൽ മൗത്ത് നമ്മളെ ആത്മാവിനെയും പിടിച്ച് തിരിച്ചു പോകുമ്പം ആ ആത്മാവിനെ പിന്തുടരുന്ന നമ്മളെ കണ്ണുകൾ പിന്നോട്ട് മറയും. ആ മറയുന്ന കണ്ണുകൾ കാണുന്നവർക്ക് ഭയമുണ്ടാക്കും. ഈ കാണുന്ന മുഖത്തിന്റെ പവറ്, ആ കണ്ണിന്റെ നടുവിൽ, വെളുപ്പിന്റെ നടുവിൽ ആ വൃത്താഗതിയിൽ കാണുന്ന കൃഷ്ണമണിയുടെ ഭംഗിയ. ആ കൃഷ്ണമണി ഒരല്പം ചെറുതായി പോയാൽ, ഒരു വെളുത്ത കണ്ണിന്റെ ഉള്ളിൽ കറുത്ത പുള്ളി മാത്രമാണെങ്കിൽ നമ്മളെ മുഖം വിരൂപമാകും. മറ്റൊരാൾക്ക് നോക്കാൻ പേടി തോന്നും. ഇനി ആ കറുത്ത പുള്ളി ഇല്ലാതെ വെറും വെളുപ്പാണെങ്കിലോ ഒരിക്കൽ നോക്കുന്ന ഒരാൾക്ക് പിന്നീട് ഒരിക്കൽ പോലും ആ മുഖത്തേക്ക് നോക്കാൻ തോന്നൂല. പക്ഷേ ഇത്രയും ഭംഗിയിൽ പടച്ച റബ്ബ് സൃഷ്ടിച്ച ആ കണ്ണുകൾ അള്ളാഹുവിന്റെ മലക്കുകളെയും ആത്മാവിനെയും പിന്തുടരുമ്പം പിന്നോട്ട് മറഞ്ഞു പോകും. ആ സമയത്ത് അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, അടുത്തുള്ളവർ വേഗം മരിച്ചവന്റെ കണ്ണങ്ങടച്ചു കളയണം, കാണുന്നവർക്ക് ഭയമുണ്ടാകാതിരിക്കാൻ. നമ്മളെ കണ്ണടച്ചവർ പിന്നീട് ശ്രദ്ധിക്കുന്നത് നമ്മളെ വാ തുറന്നു കിടക്കുന്നുണ്ടോന്നാ. ഒട്ടിപ്പിടിച്ച നാവും വറ്റിപ്പോയ ചുണ്ടും ഉണങ്ങിപ്പോയ മുഖവും കാണുന്നവർക്ക് ഭയമുണ്ടാക്കാതിരിക്കാൻ വേഗം ഒരു ശീലകഷണം കൊണ്ട് നമ്മളെ താടിയെല്ലു കൂട്ടിക്കെട്ടും. തണുത്തുറഞ്ഞു പോകുന്ന കാലിന്റെ തള്ളവിരലുകളും തൊടയും 3 കഫം പടവകൾക്കുള്ളിലേക്ക് കിട്ടാതായി പോകുമോ എന്ന വെപ്രാളം കൊണ്ട് ആദ്യമേ 2 തള്ളവിരലുകൾ പിടിച്ച് കെട്ടിയിടും. ശേഷം ആ വീട്ടിനോ സിറ്റൗട്ടിലോ ഡൈനിങ് ഹാളിലോ കിട്ടാവുന്നൊരു ചെറിയ കട്ടിലിൽ എന്നെയും നിങ്ങളെയും കിടത്തും. ഞാൻ മോഹിച്ചു വാങ്ങിയ 5 അടി തേക്കിന്റെ കട്ടിൽ എന്റെ ബെഡ്റൂമിലുണ്ടെങ്കിലും, ഞാൻ എന്റെ ഭാര്യന്റെ കൂടെ ആസ്വദിച്ച് കിടന്ന വീട്ടിയുടെ തേക്കിന്റെ കട്ടിൽ എന്റെ റൂമിലുണ്ടെങ്കിലും, ലോകത്തൊരു ബെഡ്റൂമിൽ നിന്നും ആ ഭാരിച്ച 5ഉം 6 അടിയുമുള്ള കട്ടിൽ വലിച്ചോണ്ട് വരൂല. വല്യപ്പയുള്ള കാലഘട്ടത്തിൽ കാരണവന്മാർ ഉപയോഗിച്ചുപേക്ഷിച്ച് ഇപ്പോഴും ഏതോ വറകുപുരയിൽ കിടക്കുന്ന ചെറിയ 3 അടി കട്ടിലെടുത്ത് വള്ളം പാർന്ന് അതിന്റെ മേലെ ഒരു പായയും വിരിച്ച് വീട്ടിന്റെ സിറ്റൗട്ടിൽ ഡൈനിങ് ഹാളിൽ നമ്മളെ കിടത്തും. ഈ ലോകത്തുള്ള സർവ്വ അവകാശങ്ങളും നിലച്ച് ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ ആ വിരിപ്പിന്റെ മുകളിൽ കിടക്കും.